ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനമില്ലാത്തൊരു ജീവിതം, അതായത് നമ്മളെ മറ്റുള്ളവരൊന്നും ബഹുമാനിക്കുന്നില്ലെങ്കിൽ ആ ഒരു ജീവിതം നമുക്ക് ഒരിക്കലും സന്തോഷം നൽകുന്നതാവില്ല എന്നുള്ളതാണ് വാസ്തവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ എപ്പോഴും നമ്മളെ റെസ്പെക്ട് ചെയ്യണം എന്ന് വെച്ച് നമ്മളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നാലും ഒരു ബഹുമാനം എപ്പോഴും നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. പക്ഷെ അവരങ്ങനെ ബഹുമാനം നമുക്ക് തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ, അതായത് നമ്മളുടെ പെരുമാറ്റത്തിൽ നമ്മൾ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അത്തരം മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കുള്ളൂ. സോ അങ്ങനെ ബഹുമാനം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വാക്കിന് വില കൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്നുള്ളത് പണ്ടൊക്കെ കുറേ പേര് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല നിങ്ങളുടേതാവേണ്ടത്. നിങ്ങളുടെ വാക്കും നിങ്ങൾ പറയുന്ന വാക്കും ചെയ്യുന്ന കാര്യവും രണ്ടും ഒരുപോലെ ആയിരിക്കണം. പറയുന്ന കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ്. പറ്റുന്ന വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്താൽ മതി. വഹിക്കില്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ വാക്ക് കൊടുക്കാതിരിക്കുക. നമ്മൾ വാക്ക് കൊടുത്തു കഴിയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പ്രതീക്ഷിക്കും നമ്മൾ ആ ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു കാര്യം. ആ പ്രതീക്ഷയിൽ അവർ കുറേ നാളിരിക്കും, നമ്മൾ വിശ്വസിച്ചിരിക്കും. പക്ഷെ കുറേ കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാണ്ടാവുന്ന സമയത്ത് നമ്മൾ അവരോട് ചെയ്യുന്നത് വലിയൊരു ചതിയാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അവരുടെ പ്രതീക്ഷ ഇല്ലാതാവും, അതിൻ്റെ കൂടുതൽ നമ്മളോടുള്ള വിശ്വാസവും ഇല്ലാതാവും. അപ്പം എന്താണ്ടാവുക, നമ്മൾ പിന്നെ അവർ ബഹുമാനിക്കില്ല, അവർക്ക് നമ്മളോട് ഒരു വാല്യൂ തോന്നില്ല. പറഞ്ഞു പറ്റിക്കുന്ന ഒരാൾ എന്നുള്ളതാണ് ചിന്തിക്കുക. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാതിരിക്കരുത്. പറഞ്ഞ വാക്ക് അത് പാലിക്കാൻ തന്നെ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറേ പേര് കാണാറുണ്ട്, എപ്പോഴും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ വേറെ കുറച്ച് ആളുകളുണ്ട്, അവർ ആവശ്യമുള്ള സമയത്ത് മാത്രമേ സംസാരിക്കുള്ളൂ. ഇങ്ങനെ എപ്പോഴും സംസാരിക്കുന്ന ആളുകളെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷേ എന്നാലും അതിനേക്കാൾ കുറച്ച് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ്, ഇഷ്ടവും ഒരു അട്രാക്ഷനും ഒക്കെ ഫീൽ ചെയ്യുക എപ്പോഴെങ്കിലും ആവശ്യമുള്ള സമയത്ത് മാത്രം സംസാരിക്കുന്ന ആളുകളോടായിരിക്കും. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കുറേ ആളുകളുണ്ടായിരിക്കും. നിങ്ങൾ സംസാരിക്കാൻ, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നന്നായി സംസാരിക്കുന്നവരാണ്. ഞാൻ അത്യാവശ്യം സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ എന്നാലും ഒരുപാട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആവശ്യമുള്ളവ മാത്രം സംസാരിക്കുന്നവരോടാണ് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക. എല്ലായിടത്തും കയറി നിങ്ങൾ സംസാരിക്കേണ്ട, അത് നമ്മുടെ വില കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നോ എന്ന് പറയാതിരിക്കും. അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്യാമെന്ന് പറയും. എന്നിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്നും വരില്ല, എങ്കിലും നോ എന്ന് നമ്മൾ പറയില്ല. അങ്ങനെ ഒരിക്കലും ആവരുത്. നിങ്ങൾക്ക് പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് തന്നെ പറയണം. അത് നിങ്ങളുടെ വ്യക്തിത്വം ഉയർത്തുക മാത്രമാണ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവർക്ക് നിങ്ങളോട് ദേഷ്യമൊന്നും തോന്നില്ല. ചിലപ്പോൾ ആ ഒരു സമയത്ത് ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് നിങ്ങളെ വാല്യൂ ഇല്ലാത്തൊരു പേഴ്സണെ അവർ കാണില്ല. നമ്മൾ അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുമ്പോഴാണ് അവിടെ വാല്യൂ ഇല്ലാതാവുക. അതായത് നമ്മൾ അവർക്ക് വേണ്ടി എല്ലാ കാര്യം ചെയ്തു കൊടുക്കും, മാക്സിമം നമ്മൾ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടായാലും അവർ പറഞ്ഞ കാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കത് ഫ്രീ ആയിട്ട് എളുപ്പത്തിൽ കിട്ടുന്നൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യും. അപ്പം നമ്മുടെ അടുത്തുള്ള ഒരു വാല്യൂ കുറയും. നേരെ മറിച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയുമ്പോഴാണ് നമ്മുടെ വാല്യൂ അവർക്ക് മനസ്സിലാവുക. അപ്പോഴാണ് നമ്മളോടുള്ള ബഹുമാനമൊക്കെ കൂടുകയുള്ളൂ. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ബഹുമാനം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടുള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇങ്ങോട്ട് ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും അവരെ ബഹുമാനിക്കുക. അവരുടെ സ്ഥാനമോ പണമോ നോക്കാതെ അവരെ ബഹുമാനിക്കുന്നതും അവരെ തുല്യമായിട്ട് കാണുന്ന ആളുകളെയൊക്കെയാണ് എപ്പോഴും മറ്റുള്ളവരും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാനമോ പണമോ നോക്കരുത്. നിങ്ങൾ എല്ലാവരെയും ഒരേ രീതിയിൽ ബഹുമാനിക്കുക. ഓഫ്കോഴ്സ് അവർ നിങ്ങൾക്കും അതേ രീതിയിലുള്ള ബഹുമാനവും സ്നേഹവും നൽകും. അപ്പം അതുകൊണ്ട് ചെയ്യേണ്ടത് മറ്റുള്ളവരെയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഇനി ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്വന്തം കരിയറും ലൈഫൊക്കെ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അതിലേക്ക് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ ജീവിതം എന്തായെന്ന് പറഞ്ഞാൽ എത്തി നോക്കുന്നതിൻ്റെ ആവശ്യമില്ല. അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക, അത്രമാത്രം മതി. അതല്ലാതെ അത് അന്വേഷിക്കുകയോ അതിലിടപെടാൻ പോവുക, അതൊന്നും ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നേരെ മറിച്ച് നിങ്ങളുടെ കരിയർ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് നേട്ടങ്ങൾ കിട്ടുമ്പോഴാണ് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള മതിപ്പ് കൂടുള്ളൂ. അതല്ലാതെ ബാക്കിയുള്ളവരുടെ ജീവിതം കേട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങളടുത്ത് അവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടം തോന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം കരിയറിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുക, ആഗ്രഹങ്ങൾ ഓരോന്നായി നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ മറ്റുള്ളവരൊക്കെ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളിലേക്ക് അവർ കൂടുതൽ അട്രാക്റ്റഡ് ആയി വരികയും അതേപോലെ നിങ്ങളോടുള്ള ബഹുമാനം ഒക്കെ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുക, അതിന് പ്രാധാന്യം നൽകുക. അപ്പോൾ മറ്റുള്ളവരെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക്
നമുക്ക് കിട്ടുള്ളൂ. അതല്ലാതെ ആർക്കും എന്നോടൊരു വിലയില്ല, ആരും എന്നെ ബഹുമാനിക്കുന്നില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ ആരും എന്നെ കൂടുതൽ കൂട്ടുന്നില്ല, ഇതൊന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കധികം വൈകാതെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്